ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു സീസണിൽ ടോപ്പ് 5ഓ ടോപ്പ് 6ഓ ടോപ്പ് 3ഓ ഒന്നും പറയാതെ ടോപ്പ് 7 തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. സീസൺ 7 ആയതുകൊണ്ട് തന്നെ സീസൺ 7 ഏഴിന്റെ പണിയുടെ 7 സീസണിൽ ടോപ്പ് 7 ആണ് ബിഗ് ബോസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടോ എന്നത് സംശയകരം തന്നെയാണ് എന്ന് പറഞ്ഞ് തീർത്തും തള്ളിക്കളയാനും സാധിക്കത്തില്ല. നിലവിൽ ടോപ്പ് 7 ടോപ്പ് ഫൈനലിസ്റ്റുകൾ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീക്കെൻഡിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഓരോ എവിക്ഷനും നടക്കുന്നത്. കഴിഞ്ഞൊരു സീസണിലാണെന്നുണ്ടെങ്കിൽ പോലും ടോപ്പ് 6 വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ടോപ്പ് 7 ഉണ്ടായിരുന്ന സമയത്ത് ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടത്തുകയും പിന്നെ ടോപ്പ് 6 ലാസ്റ്റ് ആണ് ഓരോരുത്തരെ സ്റ്റേജിലേക്ക് വിളിച്ച് എവിക്ഷൻ നടത്തിയിരുന്നത്. സോ ഈ ഒരു സീസണിൽ പ്രത്യേകിച്ചപ്പോ ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടന്നില്ലെങ്കിൽ ഒരു ഇമ്പാക്ട് അല്ലെന്നുണ്ടെങ്കിൽ അവസാന നിമിഷം ഒരു ട്വിസ്റ്റോ പ്രേക്ഷകരെ ഹരം കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു മൊമെന്റ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാകില്ല. എന്തായാലും നല്ലൊരു ക്രിയേറ്റീവ് ടീം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ ഒരു 7 പണി തന്നെ കണ്ടസ്റ്റൻസിന് കൊടുത്തേക്കാം. ഒരു ടോപ്പ് ഫൈനലിസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഫൈനൽ 7 എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവസാന നിമിഷം ഒരു മിഡ് വീക്ക് എവിക്ഷൻ ചിലപ്പോൾ ഉണ്ടായേക്കാം. എനിവേസ് നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ. പറച്ചിൽ കേട്ടിട്ട് അതൊക്കെ ഒഴിവാക്കിയ മട്ടാണ് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും. പുറത്തു പോയ കണ്ടസ്റ്റൻസ് എല്ലാം തിരികെ എത്തി നല്ല രീതിയിലുള്ള കച്ചറകളും കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആരും കാണാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ ഒഴിവാക്കി വിട്ട പലരും വെളുപ്പിച്ചെടുത്ത മുക്കിയ പല സംഭവങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. പല കള്ളത്തരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ പ്രേക്ഷകർ ഇനിയെങ്കിലും വിട്ടികളാകാതെ ഇരിക്കുക. നല്ല കണ്ടസ്റ്റൻസിന് നോക്കി ഇനി അവസാന നിമിഷമെങ്കിലും വോട്ട് ചെയ്ത് മികച്ച രീതിയിൽ നിന്ന് ജെനുവിനായ കണ്ടസ്റ്റൻസിനെ ജയിപ്പിക്കാൻ നോക്കുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ ഈ ഒരു സീസണിലെ 7 കണ്ടസ്റ്റൻസിൽ ആരായിരിക്കും വിജയിക്കുന്നത്, ആരായിരിക്കും കപ്പ് എടുക്കുന്നത് എന്ന് നോക്കുമ്പോൾ നിലവിലെ 7 കണ്ടസ്റ്റൻസ് ഷാനവാസ്, അനീഷ, അനുമോള്, നൂറ, അക്ബർ, നെവിൻ, ആദില. ഇതിലിപ്പോ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ഫിനാലയിലേക്ക് എത്തിയ നൂറെ വെച്ച് തന്നെ നമുക്ക് കമ്പാരിസൺ തുടങ്ങിയാൽ നൂറെ പറയുമ്പോൾ ആദില കൂടി ആ ഒരു കൂടത്തിലേക്ക് വരും. അവസാന നിമിഷം ഒരു മിഡ് വീക്ക് എവിക്ഷൻ വഴി ആദിലയെ പുറത്താക്കി. അപ്പോൾ മിച്ചം വരുന്ന ഒരു ദിവസമോ അല്ലെങ്കിൽ 1.5 ദിവസങ്ങൾ കൊണ്ടോ എന്ത് വോട്ടിംഗ് തിരിമറികളും നടത്താം എന്നൊരു സംഭവം ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കണം ചിലപ്പോൾ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഒഴിവാക്കുന്നത്. കാരണം ഒരാൾ അതിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ വോട്ട് മറ്റ് കണ്ടസ്റ്റൻസിലേക്ക് മറിയാനും ചെറിയ നിമിഷങ്ങൾ കൊണ്ട് പല പൊസിഷനുകളും മറിയാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൂടെ മുൻകരുതൽ എടുത്ത് അല്ലെങ്കിൽ അതും കൂടെ കണക്കൂട്ടി എടുത്തിട്ട് ചിലപ്പോൾ മിഡ് വീക്ക് എവിക്ഷനെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ആദിലയ്ക്ക് പകരം മറ്റൊരാളെ എവിക്റ്റ് ചെയ്തൊരു ടെസ്റ്റ് ഉണ്ടാക്കാനോ സാധ്യതയുണ്ട്. എനിവേസ് ആദിലയും നൂറയും ഈ ഒരു ടോപ്പ് 7 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇവര് ഒരു ടോപ്പ് 5 ലിസ്റ്റിലേക്ക് എത്തുമോ എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമുണ്ട്. ആദ്യ എവിക്ഷനിൽ തന്നെ മോസ്റ്റ് പ്രോബബിളി ആദില പുറത്തേക്ക് പോകാനായിരിക്കും ചാൻസ് കൂടുതൽ. കമ്പാരിറ്റീവ്ലി നൂറയേക്കാൾ വളരെ കുറവ് സപ്പോർട്ടുള്ളത് ആദിലയ്ക്കാണ്. നല്ലൊരു ശതമാനം പ്രേക്ഷകരും സപ്പോർട്ട് ചെയ്യുന്ന ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും തന്നെ നൂറയ്ക്ക് വോട്ട് കൊടുക്കാനാണ് ചാൻസ് കൂടുതൽ. ആദിലയ്ക്ക് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 കപ്പിലേക്കുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. വളരെ കുറവെന്നല്ല, ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അടുത്തത് നൂറെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ആ ഒരു വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ഒരു കപ്പിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ അകലത്തന്നെയാണ്. 7 പേരിൽ ഒരു 5-മതോ 6-മതോ പുറത്തു പോകാനുള്ള സാധ്യതയും നൂറയ്ക്കുണ്ട്. ചിലപ്പോൾ ഒരു 4-ാം സ്ഥാനത്തേക്കൊക്കെ എത്താനുള്ള സാധ്യതകളുമുണ്ട്. അടുത്തത് നമ്മുടെ അക്ബറും നെവിനുമാണ്. അക്ബറിനെ നെവിനെ പറ്റി നോക്കിക്കഴിയുമ്പോൾ നെവിൻ ഈ ഒരു അവസാന നിമിഷമായപ്പോൾ തന്നെ തുടക്കം തന്നെ നല്ലൊരു എന്റർടൈനർ എന്ന രീതിയിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നെവിൻ ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ച് വെറുപ്പിച്ചു വന്നു. എന്നാൽ പോലും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും നെവിൻ ഉണ്ട്. നിലവിൽ ഉള്ളതിൽ നമ്മുടെ നൂറ, ആദില, അക്ബർ, നെവിൻ ഈ ഒരു 4 കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ ഉള്ളതിൽ മികച്ചൊരു പ്രേക്ഷക സപ്പോർട്ട് നെവിൻ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. നൂറ, നെവിൻ ഇവരുടെ ആ ഒരു സ്ഥാനങ്ങൾ മാത്രം ചിലപ്പോൾ 4-5 അങ്ങനെ ഇങ്ങോട്ട് മാറി വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അക്ബർ എന്ന് പറയുന്നത് ടോപ്പ് 5ലേക്ക് ഒരു ബി സപ്പോർട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ സപ്പോർട്ട് നമുക്ക് ഫേവറേഴ്സും ഒക്കെ പല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സപ്പോർട്ടിൽ ചിലപ്പോൾ ടോപ്പ് 5 എന്ന ലിസ്റ്റിലേക്ക് ചിലപ്പോൾ അക്ബറിനെ തള്ളിക്കയറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലാതെ ഒരു പ്രേക്ഷക സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അൺഒഫീഷ്യൽ പോളാണെന്നുണ്ടെങ്കിലും പല ഓഡിയൻസ് ട്രെൻഡ് സോഷ്യൽ മീഡിയകളിൽ നോക്കിക്കഴിഞ്ഞാലും അക്ബറിന് ഈ പറഞ്ഞവരിലൊക്കെ സപ്പോർട്ട് കുറവാണ് കാണുന്നത്. അക്ബറും ഈ പറയുന്നത് പോലെ ബിഗ് ബോസിന്റെ ഒരു സപ്പോർട്ടോട് കൂടി ടോപ്പ് 5 എത്തിയാൽ എത്തി, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ചിലപ്പോൾ ഒരു 6
ആറാമത് പുറത്താകാൻ, അല്ലെങ്കിൽ ആദില പുറത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പം അക്ബർ പുറത്തു പോകാനുള്ള സാധ്യതകളുണ്ട്. അതല്ലെങ്കിൽ നെവിൻ പോയി കഴിഞ്ഞതിന് ശേഷം അക്ബർ പോവും, അല്ലെങ്കിൽ നൂറ പോയി കഴിഞ്ഞതിന് ശേഷം അക്ബർ പോവും. ആ ഒരു രീതിയിലായിരിക്കും ഇവരുടെ ഒരു എവിക്ഷൻ നടക്കാൻ പോകുന്നത്. സോ ഇവരുടെ കാര്യത്തിലും ഒരു കപ്പ് ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് പറയുന്നത് വളരെ ദൂരെ തന്നെയാണ്. ചാൻസസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് കപ്പടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അക്ബർ ആണെന്നുണ്ടെങ്കിലും നെവിൻ ആണെന്നുണ്ടെങ്കിലും. കാരണം അവരൊരു ടോപ്പ് 5 എത്തിച്ചേരുക എന്നത് മാത്രമായിരിക്കും അവരുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അതിന് മുകളിലേക്ക് അവർക്ക് ആഗ്രഹിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തത് നമ്മുടെ ഷാനവാസ്, അനീഷ്, അനുമോൾ. ഇവരാണ് ഈ ഒരു സീസണിലെ ത്രിമൂർത്തികൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് നല്ല രീതിയിൽ പ്രേക്ഷക സപ്പോർട്ടോട് കൂടി മുൻനിരയിൽ നിൽക്കുന്നതും. പ്രേക്ഷക സപ്പോർട്ട് എന്ന് മാത്രം ഞാൻ പറയത്തില്ല, അതിൽ നല്ലൊരു ശതമാനം PR-ന്റെ ബലത്തിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസും ഉണ്ട്. അത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. പ്രേക്ഷക സപ്പോർട്ട് മാത്രമല്ലാതെ PR-ന്റെ ബലത്തിൽ മാത്രം ഈ ഒരു സീസണിൽ ഏറ്റവും മോശമായിട്ട് നിലനിന്ന് പോരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ അനുമോൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു സീസൺ അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളത്തിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഇതുപോലെ പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മികച്ച പ്രകടനങ്ങളോ അഭിപ്രായങ്ങളോ നിലപാടുകളോ ഒന്നും പറയാതെ ഒരു കണ്ടസ്റ്റന്റ് ഈ ഒരു നിലയിൽ വരെയും ഇത്രയും സപ്പോർട്ടോട് കൂടി എത്തുന്നത് ആദ്യമായിട്ടായിരിക്കണം. നല്ലൊരു PR-ന്റെ ബലത്തിൽ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് പല സംഭവങ്ങളും കാണിച്ചു കൂട്ടിയ തെറ്റുകളും ഡ്രാമകളും എല്ലാം വെളുപ്പിച്ചെടുത്ത് പ്രേക്ഷകരെ സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്റുകൾ വഴി തെറ്റിദ്ധരിപ്പിച്ച് ഇൻഫ്ലുവൻസർ ആക്കി സപ്പോർട്ട് നേടിയും പിന്നെ പുറത്തുനിന്ന് വന്ന പഴയ ആ ഒരു ഫെയിമിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ ഇവിടം വരെ എത്തിച്ചേർന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഞാൻ അനുമോളെ കാണുന്നുള്ളൂ. എന്റെ ഒരു കാറ്റഗറിയിൽ ഒരു വിൻ ആയാൽ പോലും ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു വിന്നർ ആണെന്ന് ഞാൻ പറയത്തില്ല. പ്രേക്ഷകരെ പറ്റിച്ച് വിന്നായി എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ അനുമോളെ പറ്റി. എനിവേസ് നിലവിൽ ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്ന ഈ ഒരു 3 കണ്ടസ്റ്റൻസ് ആണ് ഷാനവാസ്, അനീഷ്, അനുമോൾ. ഇവരിൽ സാധ്യതകൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ആകാം. വോട്ടിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രത്യക്ഷത്തിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ നോക്കുമ്പോൾ അനീഷ, അനുമോള് ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ പോലും ഷാനവാസിനെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ പെങ്ങളൂട്ടി സ്നേഹവും മക്കൾ സ്നേഹവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ മറ്റു പല PR-ന്റെ ഒക്കെ ഷാനവാസിലെ ഡീഗ്രേഡ് ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ പല അപവാദങ്ങൾ പറഞ്ഞു പരത്തുതി കൊണ്ടും പല രീതിയിലുള്ള പ്രേക്ഷക സപ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും നല്ല രീതിയിലുള്ള കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ടും ഷാനവാസിന്റെ നല്ല രീതിയിലുള്ള ഫാൻ ബേസും ഇപ്പോഴും തന്നെ ശക്തമായി തന്നെ അനീഷ് ആണെന്നുണ്ടെങ്കിലും അനുമോൾക്കാണെന്നുണ്ടെങ്കിലും ഫിനാലെ വീക്കിൽ നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇവര് സോഷ്യൽ മീഡിയകളിൽ പ്രവർത്തിക്കുന്നതാണോ നല്ല രീതിയിൽ പിന്നണിയിൽ നിൽക്കുന്ന പ്രേക്ഷക സപ്പോർട്ടാണോ ഈ ഒരു സീസണിൽ വിജയിക്കാൻ പോകുന്നത് എന്ന്. അനീഷും ഈ പറയുന്നത് പോലെ തന്നെ നല്ലൊരു പ്രേക്ഷക സപ്പോർട്ടോട് കൂടി മുൻനിരയിലേക്ക് വരികയാണ്. സോഷ്യൽ മീഡിയയിൽ അധികം ടോക്സിക് ആയിട്ടുള്ള PR കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. PR ഒക്കെ കാണാം, കാണാതിരിക്കാം. എന്നാൽ പോലും വലിയ പ്രശ്നമുണ്ടാകുന്ന രീതിയിലുള്ള PR-ഉം കാര്യങ്ങളും ഒന്നും കാണുന്നില്ല അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിനെ പോലെ. ബട്ട് സ്റ്റിൽ നല്ലൊരു പ്രേക്ഷക സപ്പോർട്ടോട് കൂടി വോട്ടിംഗിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോമണർ കണ്ടസ്റ്റന്റ് കൂടിയാണ് അനീഷ്. സോ ഷാനവാസ്, അനീഷ്, അനുമോൾ ഇവരിൽ ഒരാൾ കപ്പടിക്കുമ്പോൾ ആർക്കാണ് കൂടുതൽ ചാൻസ് എന്ന് പറയാൻ എനിക്ക് പോലും ഇപ്പോൾ നിലവിൽ സാധിക്കുന്നില്ല. ആദ്യ സീസൺ ആയിരിക്കണം നമ്മുടെ പ്രേക്ഷകർ പോലും കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു സ്റ്റേജ് നിലനിൽക്കുന്നത്. ആദ്യത്തെ സീസണിൽ നമ്മുടെ സാബു പേളി വന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്. ഫിനാലെ എന്ന് പറയുന്നത് ഇഞ്ചോടിഞ്ചൊരു പോരാട്ടം തന്നെയാണ്. അതിനുശേഷം നമുക്കൊക്കെ പ്രിഡിക്റ്റബിൾ ആയിരുന്നു, അല്ലെങ്കിൽ ഇന്ന ആളായിരിക്കും ജയിക്കാൻ പോകുന്നതെന്ന് നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും അറിയാമായിരുന്നു, അല്ലെങ്കിൽ ഇന്നയാള് എന്നുള്ള ഒരു രീതിയിലായിരുന്നു. എന്നാൽ ഈ ഒരു സീസൺ 7 വരുമ്പോൾ സീസൺ വളരെ മോശമാണെന്നുണ്ടെങ്കിൽ പോലും ഫിനാലയിൽ ആര് കപ്പെടുക്കും എന്നതിനെ നല്ല രീതിയിൽ ശക്തമായ മത്സരമാണ് ഷാനവാസ്, അനീഷ്, അനുമോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെ ആരാകുമെന്ന് കൺഫ്യൂഷനാണ്. പ്രേക്ഷകർക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പോക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്, അതുപോലെ നിങ്ങൾ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ പോലും വോട്ട് ചെയ്യുമ്പോൾ എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, പല സീസണുകളിലും പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു സീസണെങ്കിലും നല്ല രീതിയിൽ പ്രേക്ഷകരെ പറ്റിക്കാതെ നാടകം നടത്തി പ്രേക്ഷകരുടെ സിമ്പതി വോട്ട് വാങ്ങിക്കാതെ ജെനുവിനായിട്ട് നെഗറ്റീവ് ഓർ പോസിറ്റീവ് കണ്ടന്റുകൾ അവിടെ ഉണ്ടാക്കി തൻ്റെതായ കഴിവുകൾ പ്രകടിപ്പിച്ച് മികച്ച രീതിയിൽ നിൽക്കുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏത് കണ്ടസ്റ്റന്റും ആയിക്കൊള്ളട്ടെ അവർക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുക. വെറുതെ നാടകങ്ങളിലും സോഷ്യൽ മീഡിയയിൽ കാണുന്ന PR ഏജൻസീസിന്റെ ഫേക്ക് ന്യൂസുകളിലും ഫേക്ക് വെളുപ്പിക്കൽ പോസ്റ്റുകളിലുമൊക്കെ പോയി ചാടി വെറുതെ അവരെ ഒന്നും വിജയിപ്പിച്ചിട്ടും നമ്മൾ പ്രേക്ഷകർക്കൊന്നും തന്നെ നേടാനില്ല. സോ അവരുടെ ഇതിൽ പോയി വീണ് വിഡ്ഢികൾ സ്വയമാകാതിരിക്കുക, നല്ല നല്ല കണ്ടസ്റ്റൻസിനെ വിജയിപ്പിക്കുക. എന്താണെങ്കിലും ഈ ഒരു സീസൺ അട്ടർ ഫ്ലോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു വിജയെങ്കിലും മികച്ച രീതിയിൽ എത്തട്ടെ. അത് നിങ്ങൾ പ്രേക്ഷകർ പ്രോപ്പറായിട്ട് വിലയിരുത്തി നല്ല കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.